എല്ലാവർക്കും സ്നേഹ നമസ്കാരങ്ങൾ. പെൺ സാഹിത്യത്തിലെ നിശബ്ദ രാഷ്ട്രീയം എന്ന സംഭാഷണ സംവാദ പരിപാടിയിൽ സംഘടിപ്പിച്ചത് തൃശ്ശൂർ ലിറ്റററി ഫോറവും ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറവും സംയുക്തമായി ചേർന്നിട്ടാണ്. ഈ ഗംഭീര പരിപാടിയിലെ അധ്യക്ഷ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ ടീച്ചറെ, എഴുത്തുകാരിയും വിവർത്തകയും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ടീച്ചറാണ്. കേരളോർമ്മ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പാളാണ്. അവരുടെ പ്രഭാഷണങ്ങൾ നമ്മളെ അറിവിൻ്റെ ആഴക്കാഴ്ചകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും സദസ്സിൻ്റെ അല്ലെങ്കിൽ ശ്രോതാവിൻ്റെ മനസ്സിലേക്ക് കൃത്യമായി ഗോളടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രഭാഷകയാണ് ടീച്ചർക്ക് തൃശ്ശൂർ ലിറ്റററി ഫോറവും ചെറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രവും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ നന്ദി പറയുന്നു. നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ KP സുധീര മാഡമാണ്. 12 സാഹിത്യ ശാഖകളിലായി 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അവർക്ക് ഒരുപാട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അവരുടെ എഴുത്തിലെ വിവിധ കർമ്മ മേഖലകളെ വിലയിരുത്തുക ശ്രമകരമാണ്. ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത അവർ വിലയേറിയ സമയം നമ്മുടെ സാഹിതിയിൽ വന്ന് സാഹിതി ധന്യമാക്കിയതിന് വളരെ ആദരവോടും സ്നേഹത്തോടും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം ചെയ്തത് ഡോക്ടർ ദിവ്യ M. അവർ ഒരു അധ്യാപിക എങ്ങനെ ആവണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. എഴുത്തുകാരിയും നല്ലൊരു പ്രഭാഷകയുമായ അവരുടെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് നമ്മളെല്ലാം കേട്ടത്. അവർ നമ്മുടെ സഹയാത്രികനായ സാഹിതിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയൊരു മനുഷ്യൻ മുരളി പുറനാട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ്. അവർക്ക് വളരെ ആദരവോടും സ്നേഹത്തോടും കൂടെ നന്ദി പറയുന്നു. പിന്നെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ അഞ്ജലി മേനോൻ നർത്തകിയാണ്, അധ്യാപികയാണ്, എഴുത്തുകാരിയാണ്. വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അവർക്ക് വളരെ ആദരവോടുകൂടെ നന്ദി പറയുന്നു. നമ്മുടെ അഭിനേത്രി രമ മാഡം, അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഇവിടെ എത്താൻ സാധിക്കാത്തത്. കാലങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും എങ്ങനെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു മലയാള സിനിമയിൽ തൻ്റെ സത്വം എന്ത് എന്ന് വളരെ ആഴത്തിൽ അടിവരയിട്ട് രേഖപ്പെടുത്തിയ ഒരു അഭിനേത്രിയാണ്. മലയാള തനിമയുള്ളവർക്ക് വളരെ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും അവരുടെ അഭിനയവും എല്ലാത്തിനും നമ്മളുടെ പരിപാടിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർമാർ 2 പേരാണ്. രാജലക്ഷ്മി മാനലി ടീച്ചറുടെ പുതിയ പുസ്തകം തൃശ്ശൂർ സ്വരൂപം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് വിവർത്തകയും എഴുത്തുകാരിയും സാഹിതിയോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന, അണികളെ ഒപ്പം ചേർത്തി നിർത്തുന്ന എഴുത്തുകാരിക്ക് വളരെ ആദരവോടും സ്നേഹത്തോടും തൃശ്ശൂർ ലിറ്റററി ഫോറവും ചെറൂർ സാഹിത്യ സാംസ്കാരിക കേന്ദ്രവും നന്ദി പറയുന്നു. രണ്ടാമത്തെ പ്രോഗ്രാം കോർഡിനേറ്ററായ അപർണ ബാലകൃഷ്ണൻ എഴുത്തുകാരിയാണ്, സാംസ്കാരിക പ്രവർത്തകയാണ്, സാഹിതി ചീഫ് കോർഡിനേറ്ററാണ്, അതുപോലെ ഹോൺബിൽ പബ്ലിക്കേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അവർക്ക് വളരെ ആദരവോടും സ്നേഹത്തോടും കൂടെ നന്ദി പറയുന്നു. നമ്മുടെ ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ സാറ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാംസ്കാരിക ലോകത്തിൻ്റെ ജാഗ്രതയുടെ സ്വരമാണ്. സാംസ്കാരിക ലോകത്തെ പ്രണയിക്കുന്നവരെ ലോകത്തെ മുഴുവനായി സ്നേഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതിനു വേണ്ട വെളിച്ചം അദ്ദേഹം സ്വയം ഒരുക്കിക്കൊണ്ട് തന്നെ നേടുന്നു. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ വളരെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരും
സദസ്സ് ഈ ചുറ്റുപാടും കാച്ചിപ്പഴിപ്പിക്കുന്ന ഈ വെയിലത്തും ചൂടിനും ഈ സാംസ്കാരിക രംഗം അന്യം നിന്ന് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന വളരെ നല്ല സഹൃദരായ സദസ്സാണ് സാഹിതിയിലെ. വേദിയിലേക്കാൾ കൂടുതൽ പ്രശസ്തരായ ആളുകൾ പലപ്പോഴും സദസ്സിലുണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.